അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? ഔട്ട് ഹൗസ് തിരിച്ചെഴുതി കൊടുക്കാനോ? അങ്ങളെ, ഈ ആന്റിക്ക് ഇത് എന്ത് പറ്റി അങ്ങളെ? ദാസേട്ടൻ വിളിച്ചു വരുത്തിയിട്ട് ദിസ് ഈസ് ക്രൂവൽ. എനിക്ക് മനസ്സിലാവാത്ത അതല്ല അരവിന്ദ്. ആനന്ദിന്റെ ഓസ്ട്രേലിയയിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോകുമ്പോ കല്യാണി ഔട്ട് ഹൗസിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് കരുതിയ അഖില ദാസിനെ വിളിച്ചു വരുത്തി. ആ അഖില തന്നെ ഇപ്പൊ ദാസിനോട് ഔട്ട് ഹൗസ് തിരികെ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ. അച്ഛ പറയാതിരിക്കാൻ പറ്റുന്നില്ല അച്ഛാ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരയാണ് എന്റെ അമ്മ. ഇന്ന് രാവിലെ ഞാൻ ആ സമയത്ത് ദാസേട്ടനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ സമയത്ത് ആ മനുഷ്യന്റെ ശവസംസ്കാരം നടക്കുമായിരുന്നു. എന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ പറ്റുന്ന അച്ഛാ? ഈ നന്ദൻ അപ്പോഴേ പറഞ്ഞതാ, ഔട്ട് ഹൗസ് തിരികെ എഴുതി വാങ്ങിക്കാനായിരിക്കും അമ്മ ദാസേട്ടനെ തിരികെ വിളിച്ചു വരുത്തിയതെന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ അച്ഛാ, സ്വന്തം മകന് കാഴ്ചശക്തി തിരികെ കിട്ടിയപ്പോ അതിന്റെ സന്തോഷത്തിൽ ദാനധർമ്മം ചെയ്യേണ്ട അമ്മ എന്റെ ബ്രോയെ ഔട്ട് ഹൗസിൽ നിന്ന് ഇറക്കി വിടാൻ പോകുന്നു. അപ്പോ ഈ അമ്മ ബ്രോയ്ക്ക് കാഴ്ചശക്തി തിരികെ കിട്ടല്ലേ എന്ന് ആഗ്രഹിച്ചിരുന്നു എനിക്ക് സംശയമുണ്ട് അച്ഛാ. അരവിന്ദ്, ആനന്ദിന് കാഴ്ച തിരിച്ചു കിട്ടാൻ ഏറ്റവും അധികം പ്രാർത്ഥിച്ചത് അവന്റെ അമ്മ തന്നെയാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങളെ, ഈ അഖിലാന്റിയുടെ ഔദാര്യത്തിൽ ദാനം കൊടുത്ത ആ ഔട്ട് ഹൗസിൽ ഒരു ഒഴിയാബാധ പോലെ തങ്ങാൻ കല്യാണിയുടെ കൈയും പിടിച്ചിറങ്ങിപ്പോയവനല്ല ആനന്ദ്. ആനന്ദ് ഇന്ന് ആ ഔട്ട് ഹൗസിൽ തങ്ങുന്നുണ്ടെങ്കിൽ അത് സ്വന്തം അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. അത് മനസ്സിലാക്കാൻ അഖിലാന്റിക്ക് പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അച്ഛാ, ഇതെനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഞാനിത് അമ്മോട് ഇപ്പൊ തന്നെ വെച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ശരിയാ. അരവിന്ദ്, ഇപ്പൊ വേണ്ട. നന്ദനം, ഇത് ചോദിക്കേണ്ടത് ഞാനാണ്, അരവിന്ദ് അല്ല. സമയം പോലെ ഞാൻ ചോദിച്ചോളാം അഖിലാന്റിയോട്. ഓക്കെ അരവിന്ദ്, വാ പോയിട്ട് വരാം അങ്കിൾ. പ്ലീസ് പോ. ഞാനിപ്പോ ചോദിച്ചിട്ട് വരാം. ഞാൻ ചോദിക്കാന്ന് പറഞ്ഞല്ലേ? ഈ അർദ്ധരാത്രി ബഹളം ഉണ്ടാക്കിയാലേ സമാധാനാവുള്ളൂ. ഇങ്ങോട്ട് വന്നേ, വാ വാ അങ്ങോട്ട്. കൃത്യം എന്തിനും ഓരോ പ്രശ്നം. നിന്റെ കയ്യിലെന്താ കിളിക്കാൻ പറ്റിയോ? ഒരു കലബില ശബ്ദം. അതെ, എന്റെ കയ്യിലെന്താ കാക്കക്കൂടോ കലബില കേൾക്കാൻ? എല്ലാവർക്കും ഉണ്ട് ഭർത്താവ്. എനിക്ക് കിട്ടിയതോ ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത ഒരു ബിസിനസ്സുകാരനാണല്ലോ എന്റെ ഈശ്വര. എന്താ എന്താ പറഞ്ഞത്? ഞാൻ റൊമാൻറ്റിക് അല്ലെന്നോ? നീ നാട്ടുകാരോടൊക്കെ ചോദിച്ചു നോക്ക്, ഈ ചെമ്പരത്തിയെ കണ്ട ഞാൻ റൊമാൻറ്റിക് ആണോ അല്ലയോ എന്ന്. കല്യാണി, എന്റെ നിന്റെയും ജീവിതം തന്നെ ഒരു റൊമാൻറ്റിക് കാവ്യമല്ലേ? എന്നിട്ടാ വല്യുഞ്ഞ് മറന്നത്. എന്ത് മറന്നു? ഓ വല്യുഞ്ഞ്, ഞാൻ വേണക്കാ വല്യുഞ്ഞിനോട്. എന്താ? നോക്കട്ടെ. വേണ്ട, നോക്കണ്ട. ഇങ്ങോട്ട് കാണിക്ക. ആഹാ, ഈ വളകള് ഞാൻ ഈ കയ്യിലേക്ക് ഇട്ടേരാത്തോണ്ടല്ലേ എന്റെ ചെമ്പരത്തിക്കുട്ടി പിണങ്ങിയത്. കൈ നീട്ട. കൈ നീട്ടടോ.
കുടി. കല്യാണി, ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്കെന്താ ഈ കുപ്പിവളകളോട് ഇത്ര ഇഷ്ടം? അതോ, ഈ ഭൂമിയിൽ ജനിച്ച ഏതൊരു പെൺകുട്ടിക്കും കുപ്പിവളകൾ അണിയാനാ കൂടുതൽ ഇഷ്ടം. ഓ, അതെന്താന്നറിയോ വല്യുഞ്ഞിന്? ഹാ, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം കയ്യിലിട്ട് കൊടുക്കുന്നത് കുഞ്ഞു കരിവളകളാ. ആഹാ, കുപ്പിവളകൾക്ക് ജീവനുണ്ട്. ആഹാ, വല്യുഞ്ഞ് കേട്ടിട്ടില്ലേ കുപ്പിവളകൾ സംസാരിക്കുന്നത്? ഹാ, എന്നാലേ കുപ്പിവളകൾ ചിരിക്കും, കളി പറയും, പിണങ്ങും ഒക്കെ ചെയ്യും. ഓഹോ, ഇതൊക്കെ പുതിയ അറിവാണല്ലോ കല്യാണി. ഹാ, ദേ, കേട്ടോ? ആ, ശരിയാണല്ലോ. ഇപ്പൊ നിന്റെ കുപ്പിവളകൾ പറഞ്ഞത് എന്താണെന്നറിയോ? എന്താ? ഈ ലോകത്ത് എല്ലാത്തിനേക്കാളും കൂടുതൽ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരാളെ സ്വന്തമാക്കിയവളാ നീ എന്ന്. അയ്യടാ, സത്യം, സത്യോ കല്യാണി? നിന്റെ സ്വപ്നത്തിലെ രാജകുമാരനേക്കാൾ നിന്നെ സ്നേഹിക്കുന്നത് ഞാനല്ലേ? അയ്യടാ, ഒന്ന് പോവില്ലോ ഞാൻ. സത്യം. ദാസേട്ടാ, എന്താണ് ദാസേട്ടാ? എന്നെ അറിയില്ലേ? ഞാൻ സുധയല്ലേ, ദാസേട്ടന്റെ സുധ. സുധേ, ദാസേട്ടൻ എന്തൊക്കെയാ ആലോചിക്കുന്നത്? ദാസേട്ടൻ എന്താ പറ്റിയേ? ഈ ഭൂമിയിൽ ഒരാള് പോലും വേദനിക്കരുത് എന്ന് കരുതുന്ന ഒരാളാ ദാസേട്ടൻ. വാക്കുകൾ കൊണ്ട് പോലും മറ്റൊരാളെ മുറിവേൽപ്പിക്കാത്ത ദാസേട്ടൻ എന്തിനു മക്കളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചു? സുധേ, അത് സ്നേഹവും കൂറും ഒക്കെ വേണം, പക്ഷെ മക്കളെ മറന്നിട്ടാവരുത്. നമ്മുടെ മക്കൾ വളരെ നല്ലവരാ ദാസേട്ടൻ. ദാസേട്ടനറിയോ, അന്ന് നമ്മൾ കൊടുമൂട്ടിൽ അമ്മയുടെ ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്ന വഴി ആ കൈനോട്ടക്കാരി പറഞ്ഞത് ദാസേട്ടന് ഓർമ്മയില്ലെങ്കിലും എനിക്ക് നന്നേ ഓർമ്മയുണ്ട്. നമ്മുടെ മോൾ ഒരു രാജകുമാരിയായി വാഴുംന്ന്. അന്ന് ആ തത്തയെടുത്ത കാർഡ് ഓർമ്മയില്ലേ ദാസേട്ടന്? ത്രയംബകം വില്ലൊടിച്ച് സീതയെ സ്വന്തമാക്കുന്ന ശ്രീരാമന്റെ ചിത്രമുള്ള കാർഡ്. സുധേ, എനിക്കെല്ലാം ഓർമ്മയുണ്ട് ദാസേട്ടൻ. ജീവിച്ച് കൊതി തീരാതെയല്ലേ ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ ദാസേട്ടനോടും മക്കളോടും ഒപ്പമുള്ള ഓരോ നിമിഷങ്ങളും മഞ്ചാടി മണികൾ പോലെ ഓർമ്മയിൽ നിന്നും പെറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. എനിക്ക് മക്കളെ പ്രസവിക്കാനേ കഴിഞ്ഞുള്ളൂ, അവരെ വളർത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാനില്ലാത്ത ഒരു കുറവ് പോലും അവരെ അറിയിക്കാതെ ദാസേട്ടൻ അവരെ വളർത്തി. അതുകൊണ്ട് തന്നെ അവര് നല്ല സ്വഭാവത്തിൽ വളർന്നു.
നമ്മുടെ കല്യാണി. അവള് നമ്മുടെ ജന്മപുണ്യമല്ലേ ദാസേട്ട? എന്ത് നല്ല സ്വഭാവം അവളുടേത്. ആകാശത്തിരുന്നേ എനിക്കത് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ അടുത്തിരുന്ന് ദാസേട്ടൻ അത് കാണാൻ കഴിയുന്നുണ്ട്. അതൊരു ഭാഗ്യമല്ലേ ദാസേട്ട? സുധേ, ആകാശത്തിരുന്ന് താഴെയുള്ള ദാസേട്ടനെ ഞാൻ എന്നും കൊതി തീരോളം നോക്കി കാണാറുണ്ട്. പക്ഷേ എന്റെ പൊന്നുമോനെ ശകാരിച്ച ദിവസമുണ്ടല്ലോ, അന്ന് രാത്രി ഞാൻ ആകാശത്ത് തെളിഞ്ഞതേയില്ല. എനിക്ക് സഹിച്ചില്ല ദാസേട്ട. എന്റെ കുഞ്ഞ് അന്ന് ഒരുപാട് കരഞ്ഞു. ചേർത്തെടുത്ത് താരാട്ടുപാട്ട് പാടാനോ അമ്മിഞ്ഞപ്പാല് കൊടുക്കാനോ എന്തിന് കൊതി തീരുവോളം ഒന്ന് കാണാനോ കഴിയാത്ത ഒരു അമ്മയാ ഞാൻ. ദേ, ഇനി അവനെ വേദനിപ്പിക്കരുത് കേട്ടോ. അവന് ദാസേട്ടനെന്ന് വെച്ച ജീവനാ. അവൻ എപ്പോഴും എന്റെ ഫോട്ടോയുടെ മുന്നിൽ വന്നു നിന്ന് ദാസേട്ടനെ കുറിച്ച് ഓർത്ത് കരയാറുണ്ട്. ദാസേട്ടാ, വലിയ കുഞ്ഞ് വലിയ സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീട്ടിലേതായിരിക്കാം. പക്ഷെ ഏത് ത്രാസിൽ വെച്ച് അളന്നു നോക്കിയാലും നമ്മുടെ മോളുടെ തട്ട് താഴ്ന്നേ നിൽക്കൂ. മാലാഖയാണ് ദാസേട്ട അവള്. സ്നേഹം കൊണ്ട് ആരെയും കീഴടക്കാൻ കഴിവുള്ള മാലാഖ. നമ്മുടെ മോളെ സ്വന്തമാക്കിയ ആ വലിയ കുഞ്ഞ ഭാഗ്യവൻ. അതുപോലെ ദാസേട്ടന് കിട്ടിയ സൗഭാഗ്യവ എന്നിലൂടെ ഈശ്വരൻ ദാസേട്ടന് നൽകിയ 2 മക്കൾ. അവരെ സ്നേഹിച്ച് കൊതി തീരുന്നതുവരെ, മതിയാവുന്നതുവരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്ക് ദൈവം അവസരം തന്നില്ല. ആ ഭാഗ്യം ദാസേട്ടനുണ്ട്. ദാസേട്ടൻ മക്കൾ തരുന്ന ആ സ്നേഹം അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിക്കും. പകരം അവർക്ക് വാത്സല്യം കൊടുക്ക. എന്റെ ദാസേട്ടനും എന്റെ മക്കളും തമ്മിലുള്ള സ്നേഹം സ്നേഹിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നതിനപ്പുറം മറ്റൊന്നുമില്ല. സ്നേഹമാണെല്ലാം. സുധേ, ചിലപ്പോഴൊക്കെ സങ്കടം വന്നിങ്ങനെ ശ്വാസം മുട്ടുമ്പോ നീ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അതെ ദാസേട്ട, ഞാനും. മനസ്സ് ഉമിത്തി പോലെ നീറിപ്പുകഞ്ഞ പല നിമിഷങ്ങളിലും ഞാൻ നിന്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് പാടില്ല ദാസേട്ട. നമ്മുടെ മക്കൾ അനാഥരായി പോവും. വരേണ്ട സമയമാകുമ്പോ ഞാൻ തന്നെ വന്ന് ദാസേട്ടനെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളാം. സുധേ, 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 സുധേ. അനിയൂട്ട, നീ ചായ കൊണ്ട് അച്ഛനോടുക്ക്. അച്ഛാ, അച്ഛാ, അച്ഛനെ എവിടെ ഒന്നും കാണുന്നില്ല. കാണുന്നില്ല. പിന്നീതെവിടെ പോയി?
അച്ഛാ ആ അനിക്കുട്ടാ ദോ ദാ അച്ഛാ ചായ. അച്ഛനെന്താ സുഖമില്ലേ? അയ്യോ പനിയുണ്ടല്ലോ. എന്തുപറ്റി? പനിയുണ്ടോ ദാസേട്ടാ? ഇല്ല വല്യുഞ്ഞെ, അവന് തോന്നിയതാ. തോന്നിയൊന്നുമല്ല, നല്ല പനിയുണ്ട് വല്യുഞ്ഞെ. നോക്കട്ടെ. ചെറിയ ടെമ്പറേച്ചർ ഉണ്ട്. ഒരു പാരസെറ്റമോൾ കൊടുത്താൽ മതി. അതൊന്നും വേണ്ട വല്യുഞ്ഞെ, ഞാൻ ചുക്കും കുരുമുളകും തുളസിയിട്ട് കാപ്പിയിട്ട് കുടിച്ചോളാം. അത് കഴിഞ്ഞ് നാവി പിടിച്ചാ മതി. അത് കുടിച്ചോളൂ. ഒരു ഗുളിക കൂടി കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. അതൊന്നും വേണ്ട, ഇതിപ്പോ മാറിക്കോളൂ. ഞാൻ ഇന്നലെ ഒത്തിരി സ്വപ്നം കണ്ടു. അതാ ദുസ്വപ്നങ്ങൾ കണ്ട പനി വരും. അച്ഛൻ വല്ല ഭൂതത്തെയോ പ്രയത്തെയാണോ സ്വപ്നം കണ്ടത്? ആ, നിങ്ങൾക്കതൊക്കെ ഭൂതമോ പ്രേതമോ ഒക്കെ ആയിരിക്കാം. എനിക്കത് ദേവതയാ, സുധയാ ഞാൻ സ്വപ്നം കണ്ടത്. നിങ്ങളുടെ അമ്മയെ. അവൾ ജീവനോടെ കൺമുമ്പിൽ വന്നു നിന്നതുപോലെ. അല്ലടേച്ച, ഈ 11-ാം തീയതി എന്ന് പറയുമ്പോ ആ ശരി ശരി, ഇളയച്ചനുണ്ടാവുമല്ലോ. എനിക്ക് ഇളയച്ചനൊന്ന് കാണണമായിരുന്നു. ആ ശരി ഇളയച്ച, ഞങ്ങളെത്താം. ശരി. ആന്റി. ആ നന്ദന. ആന്റി, വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയാനാ ഞാൻ വന്നത്. ആഹാ, എന്താ അത്ര വലിയ സന്തോഷമുള്ള കാര്യം? ഇന്ന് ഞാനും അരവിന്ദും ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. എന്ത് മീറ്റിംഗ്? അത് യൂണിവേഴ്സൽ ഗ്രൂപ്പിന്റെ ഒരു കമ്പനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസുമായി ഒരു ടൈപ്പ് എഗ്രിമെന്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് 200 കോടിയുടെ പ്രോജക്റ്റ്. വെരി ഗുഡ്. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു ആന്റി. പക്ഷേ ലോഞ്ച് ചെയ്യുന്ന കമ്പനി നമ്മളുമായിട്ട് ടൈപ്പ് ചെയ്യണമെങ്കിൽ അവരൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. കണ്ടീഷനോ? എന്ത് കണ്ടീഷൻ? ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്ന കല്യാണിയെ തന്നെ ബ്രാൻഡ് അംബാസിഡറായി വെക്കണം.